ഉത്സവങ്ങൾ ഒന്നിച്ചു വന്ന ആഘോഷത്തിലാണ് UDF ക്യാമ്പ്. പ്രചാരണത്തിനിടയിലെ പിറന്നാളും പൊളിച്ചെടുക്കുന്നു. പാട്ടും പാടി കളറാക്കി പ്രവർത്തകർ. പുത്തൻ ഉടുപ്പ് കിട്ടുന്ന കുട്ടിക്കാല ഓർമ്മകളിൽ നിന്നും പാലക്കാടൻ തിരക്കിലേക്ക് അമരാൻ രാഹുൽ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് എടുക്കൽ 2 ദിവസമേ ഉള്ളൂ. ഒന്ന് ഓണത്തിന്, പിന്നെ ഒന്ന് പിറന്നാളിന്. അപ്പോൾ അതുകൊണ്ട് പിറന്നാളെന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയ ഉടുപ്പാണ്. പണ്ട് തൊട്ടുള്ളൊരു ഓർമ്മ പുതിയ ഉടുപ്പാണ്. പഴയ കൂട്ടുകാരന് പല ഭാഷയിൽ ആശംസയുമായി സരിൻ. പക്ഷേ പിറന്നാൾ ദിനത്തിലും സ്വപ്നം മാത്രമെന്ന് സരിന്റെ ഓർമ്മപ്പെടുത്തൽ. രാഹുലിന് പിറന്നാൾ ആശംസകൾ. ഇംഗ്ലീഷിൽ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ എന്ന് പറയും. അതായത് അടുത്ത വർഷം ഈ ദിവസം വരുമ്പോഴും ഇതുപോലെ സന്തോഷം ഉണ്ടായിരിക്കട്ടെ എന്നാണ്. അടുത്ത വർഷം ഈ ദിവസം വരുമ്പോൾ, ഇനി എല്ലാ വർഷങ്ങളിലും ഈ ദിവസം വരുമ്പോൾ പാലക്കാട് നല്ല ഓർമ്മയായിട്ട് രാഹുലിനുണ്ടാവും. രാഹുൽ പറഞ്ഞ എല്ലാ വർഷവും പാലക്കാട് ആഘോഷിക്കണം. ആഗ്രഹങ്ങൾ എല്ലാവർക്കും കാണില്ലേ, സ്വപ്നങ്ങൾ, അതങ്ങനെ തന്നെ അവശേഷിക്കും. രാഹുലിന്റെ ആഗ്രഹം പോലെ പാലക്കാട്ട് തുടരണമെന്ന് കൃഷ്ണകുമാറിന്റെ ആശംസ. പക്ഷേ ട്വിസ്റ്റ് ഉണ്ട്. തെരഞ്ഞെടുപ്പ് വിജയിച്ചിട്ടായിരിക്കില്ല, അദ്ദേഹത്തിന് ഒരു പൊതുപ്രവർത്തകനായിട്ട് പാലക്കാട് വരും. പിറന്നാൾ ആശംസകൾ. അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം നൽകട്ടെ ഭഗവാൻ. മൂവരുടെയും സ്നേഹം പാലക്കാടിനോടാണ്. പാലക്കാടൻ MLA ആയി ഇനി ആര് പിറന്നാൾ ആഘോഷിക്കുമെന്ന് കണ്ടറിയാം. അക്ഷയ ദാമോദരൻ, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.